ഹലോ ഗൈസ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് കോയമ്പത്തൂർ പോവാണ് കേട്ടോ. കോയമ്പത്തൂർ വ്ളോഗ് ഒന്നിടാൻ വിചാരിച്ചു. എന്തായാലും നമ്മൾ പോവല്ലേ, അപ്പോൾ കിടക്കട്ടെ ഒരു വ്ളോഗ് വെച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ ഫാമിലിയിൽ ഒരാളെ കാണാൻ പോവാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മളങ്ങനെ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് ഗൈസ്. അതാ സിമോള് ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഗൈസ്. അവരൊക്കെ നേരെ മുന്നേ പോയി കേട്ടോ. മഴ പെയ്തിട്ട് വെള്ളം നോക്ക്, നല്ല വെള്ളമുണ്ട്. ട്രെയിന് വരാനായി ഗൈസ്. ഫ്രീ ആയിട്ട് കിടക്കുന്നത് നോക്ക്, ഒറ്റ ട്രെയിന് പോലും ഇല്ല. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നന്നായിട്ടോ ഉണ്ടോ? ഒറ്റ ട്രെയിന് പോലും ഇല്ല. ഫ്രീ ആയി കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ട്രാക്ക് നല്ല വൃത്തിക്ക്, മഴയും കൂടി പെയ്തപ്പോഴേ നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും നേരത്തെയൊക്കെ നീച്ച് ഞാൻ വരിക പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുക ഗൈസ്. മമ്മിയും അസിനും അവിടെ ഇരിക്കുന്നുണ്ട്. മമ്മി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കുക. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും, ആവശ്യമാത്ത കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇടപെടാറില്ല. ലക്കിടി റെയിൽവേ ട്രാക്കിൽ നിന്നുള്ള വ്യൂ നോക്ക്, നല്ല ഭംഗിയില്ല കാണാൻ. ഏതോ ഒരു സ്ഥലം പോലെ തോന്നുന്നില്ലേ? വ്യൂ നന്നായിട്ടില്ലേ? ഗേറ്റ്. നമ്മുടെ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ? നല്ല ഭംഗിയിട്ട് അങ്ങനെ കാണുമ്പോൾ. സൗണ്ട് കേൾക്കണത് നിങ്ങൾക്ക് ട്രെയിനിൻ്റെ. കോളേജൊക്കെ കാണണം നോക്ക്. ഇവിടെ നിന്ന് തന്നെ ചെറുതായിട്ടാണ് കാണുന്നുള്ളൂ കേട്ടോ. ഇതൊരു ഭംഗി തന്നെയല്ലേ, എന്ത് പറഞ്ഞാലും. എന്ത് രസമാണ് ഗൈസ്. കഞ്ചിക്കോട് ഭംഗി പടച്ചോനെ, എന്ത് രസമാണ് കാണാൻ. ഇതിലറിയുന്നില്ല അല്ലേ? അടിപൊളിയില്ല, നല്ല ഭംഗി, നല്ല ഭംഗി. മലനിരകൾ എന്നൊക്കെ പറയാം. എങ്ങനെയുണ്ട് ഗൈസ്? ഞാനെടുത്ത വീഡിയോ പൊളിച്ചില്ലേ? അത്രയും മനോഹരമായ സ്ഥലം. വോയിസ് ക്ലിയർ ഉണ്ടല്ലേ? എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. 3 മല ഒരേപോലെ കേട്ടോ. എന്താന്നാ പറയുക, ചുമ്മാ വീട്ടിലിരിക്കുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലക്കിടിയിൽ നിന്ന് ട്രെയിന് കയറി നേരെ കോയമ്പത്തൂർ വന്നിറങ്ങി റിട്ടേൺ ട്രെയിനിന് വേണമെങ്കിൽ വരാം കേട്ടോ. മനോഹരം മനോഹരം മനോഹരം. നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെയൊക്കെ കാണാൻ. പറഞ്ഞത് തന്നെ പറയാണ് ഗൈസ്. ഞാൻ ഗൈസ് എന്ന് പറയില്ല ഗൈസ്. വാളയാർ തീട്ടോ, വാളയാർ സിമെൻറ്റ് ഫാക്ടറി അതാ കാണുന്നു. കൈ പോവ റബ്ബേ. മൊബൈൽ പുറത്തേക്ക് ഇട്ടിട്ടാണ് എടുക്കുന്നത് വീഡിയോ. അത് അസിൻ്റെ കൈ. അതിഗംഭീര മൊബൈൽ നോക്കലാണ്, അതിഗംഭീര മൊബൈൽ നോക്കൽ. തമിഴ്നാടിൻ്റെ മനോഹാരിത എന്താണ് കാണും. ഇതൊരു ഭംഗിയെന്ന് പറയാൻ വെച്ചിരിക്കുന്നതിന് നോക്ക്, എന്ത് രസമായിട്ടാന്ന് പറയാം. സൗണ്ട്, കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല കേട്ടോ. അതിമനോഹരം. ഇത് നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം വേലി, അത് കമ്പിയും കൊണ്ടാണ് അവർ കെട്ടിയിരിക്കുന്നത്. റെയിൽവേക്കാരുടെ തോന്നുന്നുണ്ട് കണ്ടോ. ചോലെ അസിന് നല്ല ബുദ്ധിയൊക്കെ വന്നിക്കൂട് വളച്ചോലെ. ഇതാ കയ്യിൽ നാടിൻ്റെ മനോഹാരിത. ഇനിയിപ്പോൾ എപ്പോഴാണ് അവ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴത്തേക്ക് വീഴുക വളച്ചോനെ. പുറത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊരു രസമാണ്. രാവിലെ ആ ഒരു ചൂടോടുകൂടി കോഫി ഒരു പരിപ്പോടൊക്കെ മേടിച്ച് ഇങ്ങനെ ഒന്ന് കുടിച്ച് എന്നിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ പറയണ്ട. കണ്ടു പ്രേതാലയം നോക്ക്. നിങ്ങൾക്ക് പേടിയായില്ല കണ്ടപ്പോൾ? എനിക്കും പേടിയായി.
കൊടും കാട്. ഇവിടെ പ്രേതങ്ങൾ ഇറങ്ങണ താഴ്വാര എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. കണ്ടോ? അത് രണ്ടും ആ രണ്ട് മലകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗായ്സ്? ഷേപ്പ് കണ്ടു, ഒരു പ്രത്യേക തരം ഷേപ്പ്. ഓക്കെ, റേഞ്ച് അടക്കിലെത്തുക. പക്ഷെ ഇപ്പൊ ഭയങ്കരമായി മാറ്റം വന്നിരിക്കണു അല്ലേ? ഒരുപാട് ഇതാരെ പോണ ചപ്പറ മുടി ചപ്പറത്താലേ ബാഗും തൂക്കിയിട്ട് ഞങ്ങളെ പിന്നിക്കാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ബാക്കിലും. ചെറുപ്പക്കാരെ നമുക്ക് നടക്കുമ്പോൾ ഇറക്കണു. അവിടെ നോക്കും ഒരു കേടില്ല. ഇതാ ഇവിടെ ഒരാൾ. എന്താ നടത്തം, ഒരു ഒന്നൊന്നര നടത്തത്തിലാണ് നടക്കുന്നത്. അങ്ങനെ നമ്മളെത്തി, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കോപ്പിലിടപാടായില്ല റബ്ബേ. കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പം എത്ര പിറങ്ങി നടക്കൽ കഴിഞ്ഞു. നെഞ്ചൊക്കെ പടപടാന്ന് അടിച്ച് തൊലയുന്നു. അറ്റാക്കൊന്ന് പോവാണ് റബ്ബേ. ഇപ്പം എന്തോരം നടന്നിരിക്കുന്നത്. എന്താ ഇവിടെ അംഗം കയ്യും കൊണ്ട് അങ്ങാ ഇനി നടക്കാണ്ടോ? എൻ്റെ തമ്പുരാനെ, ഇത് വല്ലാത്തൊരിടപാടായി പോയില്ലോ. കൊടൈക്കനാൽ, വാൾപ്പാറ, തിരുമൂർത്തി മല, ഇതായിട്ട് ഇവിടെ കോയമ്പത്തൂർ. ഇതാ വാൾപ്പാറ ഇതുണ്ടോ, നല്ല ഭയങ്കര സ്ഥലങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടേ. അതാ പോണി രണ്ടാളും കൂടിയിട്ട്. ഇതെന്താ റബ്ബേ ഇത്രയും കൊള്ളത്തിരക്ക് ഇവിടെ? ചെക്കിങ് പോലീസുകാർ ചെക്ക് ചെയ്തില്ല. സസ്യം കൈ പിടിക്കും. ഇതൊരു റിസ്ക്കാണ്. ഞങ്ങളെ ചെക്ക് ചെയ്തില്ല പോലീസുകാർ. നിങ്ങൾ പോങ്കമ്മ പറഞ്ഞു. അമ്മാനെ കണ്ടപ്പോൾ അമ്മാനെ വേഗം കണ്ടപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. സ്റ്റെപ്പ് ഇറങ്ങി റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്പം എത്ര ദൂരം നടക്കേണ്ടി വന്നു എന്നറിയുക. ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ വരുന്നവർ. ഇപ്പം ആകെ റൂട്ടൊക്കെ മാറി, ആകെ അങ്ങോട്ട് ഇടങ്ങാറായി. നല്ല തിരക്കുള്ള തിരക്ക്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. എന്തൊരു തിരക്കാന്നറിയോ? അയ്യോ, നടക്കലേ നല്ല ടാസ്ക. മിണ്ടിയ സ്കൂട്ടി എടുത്ത് പോയിട്ടേ നടക്കുക. അതൊക്കെ ഒരു കുഞ്ഞമ്പലം. സമയം 1 മണി. ഞങ്ങളിവിടെ എത്തി ഗൈസ്. 1 മണിയായി. അതായിരിക്കും മറ്റാൾ. ഓ, എന്തൊരു വിനയം. പൂച്ചേനെ കണ്ടോ? എന്നെ കണ്ടപ്പോ പൂച്ച രൂക്ഷമായി നോക്കണു. ഏതൊരു വൃത്തികെട്ട ജീവിച്ചിട്ടാന്നറിയില്ല. ഓയ് ആ അങ്ങനെ തമിഴ്നാട് എത്തി ഞങ്ങൾ. ഇത് ഭംഗി നോക്ക്. ഇവരുടെ ടെറസിൻ്റെ മുകളിലത്തെ താഴത്തെ വ്യൂ ആണ്. എന്ത് ഭംഗിയെന്നറിയണ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? തമിഴ്നാടില്ലെങ്കിലും അതൊരു ഭംഗി തന്നെയാണ് അല്ലേ? ഉണ്ടോ? നല്ല രസമുണ്ട്. ആ, അവർക്ക് സുഖമാണ്. തേങ്ങ കയ്യും കൊണ്ട് പറിക്കാതൊക്കെ. ഇളനീരൊക്കെ വേണമെങ്കിൽ വേഗം പറിച്ചു കുടിക്കുക. എന്താല്ലേ കട്ടയ്ക്ക് വീടുകൾ. എങ്ങാനും നമ്മൾ തല്ലൂടി അയൽവക്കത്തുള്ളവരൊക്കെ കേൾക്കില്ല ഇങ്ങനെ വീടുകളൊക്കെ ആണെങ്കിൽ. നമുക്കാണെങ്കിൽ സുഖം. ആകെ നടക്കാനുള്ള ഗ്യാപ്പാണ്. അതിലവർ ചെടിയിൽ വെച്ചിരിക്കുന്നു. നോക്ക്, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ചെടിയിൽ വെച്ചിട്ടുണ്ടാക്കുക. അവർ നോക്ക് ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കണം. നോക്ക് എന്ത് രസമാണ് നോക്ക്. അങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കാം. താഴത്തൊന്നും സ്ഥലമില്ലല്ലോ അവർക്ക്. കേരളത്തിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങോട്ട് മേലെങ്കിൽ പണിയുന്നൊരു ചുരുക്കമാണ്. എല്ലാവരും അല്ല കേട്ടോ. നോക്ക് റോഡന്നെ എന്ത് ഭംഗിയാ നോക്ക് മക്കളെ. റോഡന്നെ എന്താ നോക്കാൻ വന്നിരിക്കണ്? ഞാൻ തന്നെ ശബ്നാലിക്കണി, വേറെ ആരുമില്ല. എന്തെങ്ങനെ നോക്കണ്?
നല്ല മഴ ഉണ്ടോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മഴ കൊണ്ടാൽ എന്താവും, എന്തൊരു ഭംഗി കാണാൻ. എൻ്റെ മൊബൈൽ നനയൊന്നും എനിക്കറിയില്ല ഗൈസ്. പക്ഷെ ഈ വ്യൂ ഒക്കെ എടുത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ തമിഴ്നാട് വന്നു എന്തിനാ പറയും. ആഹാ അടിപൊളി. മഴ കൂടിയ നനഞ്ഞ് വീപ്പി എൻ്റെ മൊബൈൽ. ആഹാ അടിപൊളി. ഓ നല്ല കലമഴ ഓടുന്നത് നല്ലത്. അസിൻ അസിൻ ഡും ഡും. മമ്മിമ്മ ചിരിക്കുന്നതാര് മമ്മിമ്മ. അപ്പോൾ ശരി കലവി വരാം. ഞാൻ അവിടെ എത്തി. 3ാമത്തെ ഫ്ലാറ്റിലാണ്. അങ്ങനെ നിങ്ങളെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ആ ലക്കിടിയാണ് ഈ ലക്കിടി. ആസിൻ ആസിൻ മോന്ത കാണിക്കാത്ത ആസിൻ. വീണ് തോലയോ